കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ അഖിൽമാരാറുണ്ടെങ്കിൽ 24-ലെ ഒരു ഷോ ഉണ്ട്. ആ ഒരു ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആഷിമിയും ഈ ഒരു അഖിൽമാരാരും തമ്മിൽ ഒരു വാക്ക് തർക്കം പോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പും ഇത് കണക്ക് അഖിൽമാരാർ ആഷിമിയും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് അഖിൽമാരാർ ആഷിമിക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് വന്ന സമയത്ത് അഖിൽമാരാറിനെ ഉണ്ടെങ്കിൽ ആഷിമി എടുത്തിട്ട് കലക്കി എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. മെയിനായിട്ട് പല കാര്യങ്ങളും മാറ്റിപ്പറഞ്ഞതും അതുപോലെ തന്നെ പല തെളിവുകളില്ലാതെ കുറേയധികം കാര്യങ്ങൾ അഖിൽമാരാർ ഇപ്പം വിളിച്ചു പറയുന്നുണ്ട്. ഈ ഒരു ഇലക്ഷന് തോറ്റതിന് ശേഷം ഈ ഒരു BJPക്കെതിരെയൊക്കെ കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഒരു കാര്യം, ഈ ഒരു തോറ്റതിന് ശേഷം അഖിൽമാരാർ പറഞ്ഞൊരു കാര്യമാണ്, തൃക്കാക്കര ഞാൻ നിൽക്കണമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. എന്നെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചാണ് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊട്ടാരക്കരയൊക്കെ നിൽക്കണമെന്നുള്ള രീതിയിലാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് സമ്മതിച്ചില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു അഖിൽ തോറ്റതിന് ശേഷമൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ തോറ്റെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആഷ്മിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇലക്ഷൻ സമയത്ത് സംസാരിച്ച ഒരു വീഡിയോ ഒക്കെ അഖിൽമാരാർ സംസാരിച്ച ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട്, ഞാനിവിടെ ചോദിച്ച് വാങ്ങിച്ചതാണെന്ന് അഖിൽമാരാർ തന്നെ അവിടെ ആ ഒരു തൃക്കാക്കരയിലെ ഇലക്ഷന് പ്രചരണത്തിന് പോയപ്പം പറയുന്ന ഒരു ഓഡിയോ ആയിരുന്നു പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അഖിൽ പറഞ്ഞൊരു കാര്യം, അത് നമ്മൾ ഇലക്ഷൻ സമയത്ത് അങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞിട്ട് അത് സത്യമാവണമെന്നുണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു അഖിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ ആഷിമി കറക്റ്റായിട്ടുള്ള രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ തന്നെ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അഖിൽമാരാർ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, ഇലക്ഷന് വേണ്ടി പൈസ സ്വന്തമായിട്ട് ചിലവാക്കിയതാണ്, സ്വന്തമായിട്ടിരുന്ന BMW ബൈക്ക് വരെ വിറ്റിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെക്കുറിച്ചും ഈ ഒരു ആഷ്മി പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടിയിൽ നിന്ന് ഇത്രയും പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ലേ, പക്ഷേ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പൈസയൊന്നും കിട്ടിയിട്ടില്ല, നിങ്ങളുടെ BMW ഉണ്ടെങ്കിൽ ബൈക്ക് വിറ്റിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ബൈക്ക് വിറ്റത് വേറെ വല്ല കടം വീട്ടാനായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്, അത് കാണിക്കണമോ എന്നുള്ള രീതിയിൽ അഖിലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്തും അഖിൽ മൊത്തത്തിലുണ്ടെങ്കിൽ മാറിക്കളിക്കുമായിരുന്നു. ഒരു കാര്യം പോയിൻ്റ് വരുമ്പോഴത്തേക്കും ഇതല്ല നമുക്ക് സംസാരിക്കേണ്ടത്, അതിൽ വേറെ നേതാക്കളുണ്ട്, അവരെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്, അല്ലാതെ ഇതൊന്നും അല്ല ടോപ്പിക് എന്നുള്ള രീതിയിൽ വഴിമാറി പോകുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിബേറ്റ് പോലെയാണ്, നിങ്ങൾക്കത് കയറി കാണാവുന്നതാണ്. അഖിൽമാരാർ ഇരുന്ന് ഒഴുകുമായിരുന്നു ആ ഒരു ഡിബേറ്റിനകത്ത്.